സസ്പെൻസ് ത്രില്ലറായി തമിഴ് രാഷ്ട്രീയം മുന്നേറുകയാണ്. MLA-മാരുടെ യോഗത്തിന് വീണ്ടും ഗവർണറെ കാണുകയാണ് വിജയ്. ഭൂരിപക്ഷം തെളിയിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെയാണ് നീക്കം. സർക്കാർ രൂപീകരിക്കാൻ വിജയ് പിന്തുണ തേടിയിട്ടുണ്ട് എന്നും നാളെ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി അന്തിമ തീരുമാനമെടുക്കുമെന്നും CPIM അറിയിച്ചിരിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. പനയൂരിലെ TVK ഓഫീസിന് മുന്നിലാണ് അഭിജിത്ത് ഉള്ളത്. അഭിജിത്ത്, ഇപ്പോൾ എങ്ങനെയാണ് TVKയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്? ഇപ്പോൾ നേരത്തെ DMK സഖ്യകക്ഷിയായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ പിന്തുണ അറിയിക്കുകയാണ്. പക്ഷേ ലീഗ് പിന്തുണയ്ക്കില്ല എന്ന് അറിയിക്കുന്നു. CPM അതിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറയുന്നു. ആ തീരുമാനമൊക്കെ വളരെ വേഗം എടുക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ സർക്കാർ രൂപീകരണത്തിന് ആകുന്ന സംഖ്യയിലേക്ക് എത്താനാകുമോ? എന്താണ് ഇപ്പോൾ TVK ഓഫീസിന് മുന്നിലെ കാഴ്ച? സ്മൃതി, അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് TVK ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് പനയൂരിലെ TVKയുടെ ആസ്ഥാനത്താണ്. ഇവിടെ അല്പസമയത്തിനകം തന്നെ TVKയുടെ പ്രധാനപ്പെട്ട യോഗം ചേരുന്നുണ്ട്. അതറിഞ്ഞാണ് ഇപ്പോൾ ഈ പ്രവർത്തകരൊക്കെ തന്നെ ഈ ആസ്ഥാനത്തിന് മുൻവശത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയം മുൻപാണ് വിജയ് ഗവർണറെ വീണ്ടും കണ്ടത്. അദ്ദേഹം അറിയിച്ചത് കൂടുതൽ പിന്തുണയുണ്ട് എന്നുള്ള അവകാശവാദവുമായാണ് ഗവർണറെ കാണാൻ വിജയ് എത്തിയത്. എന്താണ് ഇക്കാര്യത്തിൽ ഗവർണർ സ്വീകരിച്ച നിലപാട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് അല്പസമയത്തിനകം തന്നെ വ്യക്തമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മൃതി ചോദിച്ചതുപോലെ തന്നെയാണ്. 108 സീറ്റ്, അതിൽ ഒരു സീറ്റ് വിജയ് വീണ്ടും 2 ഭാഗങ്ങളായി മത്സരിച്ച സ്ഥലമാണ്. അതിലൊന്ന് വിജയ്ക്ക് സ്വാഭാവികമായും രാജിവെക്കേണ്ടി വരും. അപ്പോൾ 107 സീറ്റ്, അതും കവിഞ്ഞ് കോൺഗ്രസിന്റെ പിന്തുണയ്ക്കപ്പുറം ആരുടെ പിന്തുണ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. 118 എന്ന മാജിക്കൽ നമ്പറിലേക്ക് TVKക്ക് എത്തണമെങ്കിൽ അതിന് കൂടുതൽ പിന്തുണ ആവശ്യമായി വരേണ്ടതുണ്ട്. അവിടെയാണ് ഇപ്പോൾ CPM ഉൾപ്പെടെ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ ഇപ്പോൾ CPMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വ്യക്തമാക്കിയ കാര്യം. അതേസമയം തന്നെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് പിന്തുണയുമായി എത്തില്ല എന്നുള്ള കാര്യം ഏതായാലും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ചെറു പാർട്ടികളെ അടർത്തിയെടുത്തുകൊണ്ട് DMKയിൽ നിന്നുൾപ്പെടെ ADMKയിൽ നിന്നുൾപ്പെടെ അടർത്തിയെടുത്തുകൊണ്ടുള്ള ഒരു സഖ്യ സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കാൻ TVKക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനാൽ തന്നെ MLA-മാരെയെങ്കിലും ഇപ്പോൾ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണല്ലോ. തീർച്ചയായും സ്മൃതി, അങ്ങനെ ഒരു നീക്കം കൂടി നിലവിൽ ഏതായാലും നടക്കുന്നുണ്ട്. 10-ലധികം MLA-മാർ ഏതായാലും ഈ രീതിയിൽ TVKക്ക് പിന്തുണ നൽകാനുണ്ട് എന്നറിയിച്ച സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു നീക്കം കൂടി നടക്കുന്നത്. അതും ഒരു സസ്പെൻസ് ത്രില്ലറായി അവിടെ അവശേഷിക്കുകയാണ്. അങ്ങനെ ഒരു പിളർത്തൽ ADMKയിൽ നിന്നുണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. നിലവിൽ ഏതായാലും അങ്ങനെ തങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയും. അത് നിയമസഭയിലാണ് സർക്കാർ രൂപീകരിക്കേണ്ടത്, ഗവർണറുടെ ഓഫീസിലല്ല എന്നുള്ള അവകാശവാദമാണ് TVK ഉന്നയിക്കുന്നത്. കോൺഗ്രസ് ആ നിലപാടിനോട് യോജിച്ചു നിൽക്കുന്നു. ഗവർണർ ഇക്കാര്യത്തിൽ ഒരു കടുംപിടുത്തത്തിന് നിൽക്കുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിമർശനം. ഏതായാലും എന്താണ് ഇക്കാര്യത്തിൽ TVKയുടെ അവകാശവാദം, അത് വിലപ്പോകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗവർണറെ വിജയ് കണ്ടുകഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം തന്നെ ഇക്കാര്യത്തിൽ ഗവർണറുടെ നിലപാട് വ്യക്തമാവുകയും ചെയ്യും. നിലവിൽ ഏതായാലും ഇവിടെ നടക്കാൻ പോകുന്നത്, അതായത് പനയൂരിലെ TVKയുടെ ഓഫീസിൽ നടക്കാൻ പോകുന്ന നിർണായക നീക്കമാണ്. എന്താണ് ഇവിടെ TVK എടുക്കുന്ന നിലപാട്, വിജയുടെ നിലപാട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറു പാർട്ടികളെ അടർത്തിയെടുത്തുകൊണ്ട് ഒരു ഭൂരിപക്ഷത്തിലേക്ക് 118 എന്ന ആ ഒരു മാജിക്കൽ നമ്പറിലേക്ക് എത്താൻ TVKക്ക് കഴിയുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ. അഭിജിത്ത്, ഇപ്പോൾ തമിഴ്നാട് ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരിക്കുന്നു എടപ്പാടി പളനിസ്വാമി എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുകയാണ്.